ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിപ്പോൾ കുറേ നാളെ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വെക്കേഷനിലത്തെ കുറച്ച് ഡേയ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കിയേക്കണേണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഞായറാഴ്ച പുറത്തുകൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോറം മാളിൽ ജസ്റ്റ് കയറിയതാണ്. മെയിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ കുറേ ക്യാൻഡിൽസിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നടന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്രോസ് വേർഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ബുക്കൊന്നും വാങ്ങില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഓൾറെഡി കുറേ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് മതി ഇനി അടുത്ത ബുക്ക് വാങ്ങാൻ എന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത്. എന്നാലും വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വല്ല പുതിയ ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ പോയിട്ട് അവിടെ നിന്നും കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല. തിങ്കളാഴ്ച പ്രൊഡക്റ്റീവായിട്ടൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ ചൊവ്വാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. അന്ന് രാവിലെ കുറച്ച് കാര്യങ്ങൾക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ സഹായിച്ചതിന് ശേഷം റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ റൂം അനിയൻ ക്ലീൻ ആക്കണമായിരുന്നു. അപ്പോൾ ടേബിൾ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് മിസ്സായി കിടക്കണേന്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബുക്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ ബുക്സ് കിട്ടിയെന്ന്, അപ്പോൾ ആ ബുക്സും ടേബിളിന്മേൽ തന്നെയാണ് വെച്ചേക്കണത്. അതൊക്കെ കൂടിയിട്ടാണ് ഈ ടേബിൾ ഇത്ര മിസ്സായേക്കണത്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അൺബോക്സിങ് പോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡിൽ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ജേർണലിങ് ചെയ്യണമെന്ന് വിചാരിക്കണോണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ഈ വാങ്ങിയ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്ക് തന്നെ ഒതുക്കി വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് ഈ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ജേർണലിങ് ചെയ്യണതിന് വേണ്ടി തന്നെ കുറച്ച് പ്രിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസും അതിനിടയിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൂടി അങ്ങോട്ട് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ കുറേ ദിവസമായി എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി കുളിച്ച് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് TV കാണാതിരിക്കുന്നതിന്. ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും പരിപാടി. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. വെക്കേഷനായിട്ട് ഫുള്ള് ചില്ലായിട്ട് ഇതേപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാറാണ് പതിവ്. അപ്പോൾ അത് കാണുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. ഒരു വാട്ടർ അബ്സോർബിങ് മാറ്റാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് വെറുതെ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് നിങ്ങൾക്ക്. അങ്ങനെ അതൊക്കെ തുറന്നു നോക്കിയതിന് ശേഷം പിന്നെ വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചായക്ക് സ്പെഷ്യലായിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇന്ന് രാത്രി മുതൽ എന്തെങ്കിലും വായിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ നോക്കിയപ്പോൾ ഈ ബുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് വായിക്കാമെന്ന് വിചാരിച്ച് അതിന് മാച്ചായിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് എടുത്ത് നമുക്ക് ആ ബുക്സിൻ്റെ ഒപ്പം തന്നെ കുറേ ബുക്ക് മാർക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ കട്ട് ചെയ്ത് വെച്ച പ്രിൻ്റ് ഔട്ട്സൊക്കെ നമ്മൾ സേഫായിട്ട് എടുത്ത് വെക്കണതാണ്. ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ച ആ ഡയറീൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ സേഫായിട്ട് എടുത്ത് വെക്കണതാണ്. ഈ ഡയറിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ജേർണൽ ചെയ്തിട്ട് അത് ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് ഇഷ്ടമായെന്നൊക്കെ കമൻറ്റ് ചെയ്യുക.
അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ആ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് ഈ ബുക്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫുഡ് കഴിച്ച്. പിന്നെ ഉച്ചവരെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഉച്ചക്കത്തെ ഫുഡിന് ശേഷം ചെറുതായിട്ട് മധുരത്തിന് വേണ്ടി ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ, ഭയങ്കരമായിട്ട് മെൽറ്റായിപ്പോയി. പിന്നെ ഇന്നലെ ആകെ ഒരു ചാപ്റ്റർ മാത്രം വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ ബാക്കി കുറച്ച് നേരം ജേർണലിങ്ങും ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി യൂട്യൂബിൽ കുറച്ച് നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ മിനിസോന്ന് ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വെക്കേഷനിൽ കണ്ട മൂവീസൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ച്. ഇത് ഞാൻ നേരത്തെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രിയേറ്റർ കൂടി ചെയ്യണം കണ്ടപ്പോൾ എന്തായാലും ചെയ്യാം എന്ന് ഉറപ്പിച്ച്. ഈ ബുക്കിൽ ഞാനാകെ കുറച്ച് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ ആ ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ വെക്കേഷനിൽ കണ്ട് എനിക്ക് അപ്പോൾ ഓർമ്മ വന്ന സിനിമകളെല്ലാം നമ്മൾ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഇപ്പോൾ നമുക്കധികം പ്രൊഡക്റ്റീവ് ഒന്നും ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നല്ല അടിപൊളി പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.